വൈഫായിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ വൈകാരികമായിട്ട്, കാരണം അവളെൻ്റെ അമ്മാവിൻ്റെ മകളാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു പ്രേമമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മാവൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, നമ്മുടെ സുമയെ നമുക്ക് അവനെ കൊണ്ട് കെട്ടിക്കണം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമായി. പിന്നെ അത് നമുക്ക് ചെയ്യിക്കാമല്ലോ എന്ന് പറഞ്ഞ് അമ്മ ഓടി നടക്കാണ്, ഭയങ്കര ഹാപ്പിയായി. അച്ഛനും വളരെ ഹാപ്പിയായി. അപ്പോൾ ഞാനന്ന് ചെന്നൈയിലാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ വാ, ഒരു കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം? നിങ്ങൾ വാ, വന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സസ്പെൻസിൽ നിർത്തി. ഞാൻ പറഞ്ഞു എന്താ കാര്യം പറഞ്ഞാലും എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു കസിൻ എന്നെ വിളിച്ചു. കസിൻ വിളിച്ചിട്ട്, അല്ല നിന്നെ ഒന്ന് കെട്ടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ കെട്ടിക്ക്? ഞാൻ പറഞ്ഞു അങ്ങനെ കെട്ടിക്കേണ്ട പ്രായം എനിക്ക് ആയിട്ടില്ല, അതുകൊണ്ട് കെട്ടിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. അമ്മ വിളിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെ ഏട്ടൻ പറഞ്ഞു, ഇങ്ങനെ സുമയെ നിന്നെ കൊണ്ട് കെട്ടിക്കണമെന്നാണ് ഏട്ടൻ്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് അതിനുള്ളൊരു പ്രായമായിട്ടില്ല, ഞാൻ ഈ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് ജീവിക്കട്ടെ, ഭാര്യനെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ല അത് അങ്ങനെ ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവളുടെ അമ്മാവന്മാർ 5 അമ്മാവന്മാരുണ്ട് ഇവൾക്ക്. ആ 5 അമ്മാവന്മാരും കൂടിയിട്ട് എതിർത്തു. ഒരു കാരണവശാലും ആ തെണ്ടിക്ക്, അങ്ങനെ അവർ ഉപയോഗിച്ചു ആ തെണ്ടിക്ക് നമ്മുടെ മോളെ കൊടുക്കാൻ പാടില്ല. അവൻ കോളേജ് പഠിക്കുമ്പോൾ തെണ്ടിയായിട്ട് ആൾക്കാരെ തല്ലി നടന്ന് കേസൊക്കെ ഉള്ള മനുഷ്യനാണ്, അവൻ്റെ ചട്ടമ്പിരകളാണ് എൻ്റെ അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് സമാധാനമായി, രക്ഷപ്പെട്ടല്ലോ എന്ന് ചോദിച്ചു. അവിടെ ഒബ്ജക്ഷൻ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ദൃഷ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യുക, എങ്ങനെയാണ് ഇതിനത് കിട്ടുക? അപ്പോൾ അവൾ സെൻറ്റ് മേരീസിൽ പഠിക്കുകയാണ്, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്. അവർക്ക് 17 വയസ്സും കൂടെ ആയിട്ടുള്ളൂ തോന്നുന്നു. അവൾ പ്രീ ഡിഗ്രി പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഇവളോട് ഒരു അഭിപ്രായം ചോദിക്കാം. ഇവള് ഇല്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ അന്നൊരു ഇൻലൻഡ് ഉണ്ട്, എൻ്റെ ഒരു ബ്ലൂ കളർ ഇൻലൻഡ് ഉണ്ട്. അതിൽ ഞാനൊരു കത്ത് എഴുതി ഇവൾക്ക്, ചെന്നൈയിൽ നിന്ന് കത്ത് എഴുതി. ഞാൻ പറഞ്ഞു, നമ്മുടെ കാർന്നവരൊക്കെ കൂടിയിട്ട് ഇങ്ങനൊരു പരിപാടി, ഇങ്ങനൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, നിൻ്റെ അഭിപ്രായം എന്താണ്? കാരണം ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒന്ന് കല്യാണം വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ ഒരു പാരഗ്രാഫ് അടങ്ങുന്നൊരു കത്ത് എഴുതി കൊടുത്തു. എല്ലാം പോസ്റ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചു. നീ എന്ന് മുതൽ അവിടെ പ്രേമലേഖനം എഴുതാൻ തുടങ്ങി? അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എന്താ അമ്മ പറഞ്ഞ? അല്ല, നീ എന്ന് മുതലാണ് പ്രേമലേഖനം എഴുതാൻ തുടങ്ങി? അപ്പോൾ എനിക്ക് മനസ്സിലായി. നീ സുമിക്ക് കത്തെഴുതിയോ? ഞാൻ അപ്പോഴേ എനിക്ക് ഷോക്കായി പോയി. അമ്മ എന്ത്? ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അതേ, സുമയ്ക്ക് കത്തെഴുതി, നീ ആ സുമ അത് പൊട്ടിക്കാതെ അവളുടെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. ഇവൾ പേടിച്ചു പോയി. അപ്പോൾ ഞാൻ ഇതിന് മറുപടി വരാൻ പറ്റിയ അഡ്രസ്സ് അപ്പുറത്ത് പിന്നിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവൾ നേരെ പേടിച്ചിട്ട് നേരെ അവളുടെ അമ്മയിൽ കൊണ്ട് കൊടുത്തു. ഇത് പോരെ, അമ്മമാർക്ക് ഇത് മതിയല്ലോ. ഇവരിത് മാറ്റർ വായിക്കുന്നില്ല, പ്രേമലേഖനം അങ്ങോട്ട് ആക്കി. ഇത് കണ്ട അവൻ ഇപ്പം തന്നെ അവനങ്ങനെ ചെയ്താൽ, അവനെ ഞാൻ പറഞ്ഞില്ല അവൻ തെണ്ടിയാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതും പരാജയപ്പെട്ടു പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, അപ്പോൾ എൻ്റെ ഈ അമ്മാവന് ഹാർട്ട് അറ്റാക്കായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ അമ്മ അടുത്ത് പോയി നമുക്ക് അവതരിപ്പിക്കാം, എനിക്കിപ്പോൾ. അങ്ങനെ ഞാൻ അമ്മാവനെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ് അവിടെ. ഞാൻ അടുത്ത് വന്നു, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം നോക്കി എന്നിട്ട് പറഞ്ഞു, ഒരു സിനിമ സ്റ്റൈലില്ല, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കേട്ടോ. ഫസ്റ്റ് ഡയലോഗ് അതാണ്. എനിക്കങ്ങനൊരു മോഹം വന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ നീയാണ് തീരുമാനിക്കേണ്ടത്, നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നീയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ എനിക്ക് തോന്നാൻ എന്താ കാരണമെന്ന് ഒരു പക്ഷേ നിനക്ക് തോന്നുമായിരിക്കും. അതിനൊരു കാരണമുണ്ട്, നീ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. എൻ്റെ സിനിമ ദ്വീപ് എന്ന് പറഞ്ഞ സിനിമ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനുമായിട്ട് ഞാൻ ഡൽഹി കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു, നീ വന്നു. നമ്മൾ ഒരുമിച്ചാണ് ഇതിൻ്റെ പ്രസ് ഷോയ്ക്ക് പോയത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ്. അപ്പോൾ
ഈ ചെമ്മീനൊക്കെ ശേഷമുള്ള ആയതുകൊണ്ട് വലിയ ഇൻ്റർനാഷണൽ പ്രസ് ഒക്കെ വന്നിട്ടുണ്ട്. രാമു കാര്യേട്ടൻ്റെ ഒരു ഫിലിമാണ് ദ്വീപ് എന്നാണ് എൻ്റെ പേര്. ആ സമയത്ത് നീ എൻ്റെ കൂടെ വന്നു. നമ്മൾ ഈ പ്രഷ് ഷോ കണ്ടു, ഡിന്നർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടാക്സി പിടിച്ചിട്ട് നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോയി. പോകുന്ന വഴിക്ക് നീ എന്നോടൊന്നും സംസാരിച്ചില്ല. നീ ഡൽഹിയുടെ ഭംഗി എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഡൽഹിയുടെ ട്യൂബ് കണ്ടപ്പോൾ അങ്ങനെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ നിന്നോട് ചോദിച്ചു, ഞാൻ അതല്ല ചോദിച്ചത്, നീ ഇപ്പോൾ ഒരു സിനിമ കണ്ടില്ലേ, അതിനെപ്പറ്റി നീ ഒപ്പീനിയൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതേപ്പറ്റി എൻ്റെ അടുത്ത് ചോദിക്കല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് വെച്ചാൽ. ഞാൻ പ്രാർത്ഥന ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്നുള്ളതാണ് എൻ്റെത്. എന്താ നീ ഉണ്ടായിരിക്കുന്നത് പറയണം, ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പം മുമ്പിൽ എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണുകൊണ്ടിട്ട് പറഞ്ഞു, ഭയങ്കര ഒരു ബോറ് ഫിലിമായിട്ട് എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഇത് എന്തൊരു പടമാണെന്ന് വെച്ചാൽ ഇത് കേട്ടോടുകൂടി അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ്. ഭയങ്കര ചിരിയാണ്. കാരണം അവനവൻ്റെ പടം ബോറാണെന്ന് ഒരാൾ പറഞ്ഞിട്ട് അയാൾ എങ്ങനെ ചിരിക്കുക? ഞാൻ വെച്ച് ചെപ്പക്കുറ്റിക്കാടി കിട്ടുമെന്ന് വിചാരിച്ചു. ഇത് പൊട്ടിച്ചിരിച്ചിട്ട് പറയാണ്, എടാ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. നീ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ അത്? ഞാൻ പറഞ്ഞു, അത് ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ മകളുടെ ഭർത്താവ് നീയാണ്. കാരണം ഇത്രയും ചങ്കുറ്റം എൻ്റെ ഒരു ഫിലിമിനെ പറ്റി നീ ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ പറഞ്ഞു ബോറ് പടമാണെന്ന്. അതാണ് നിൻ്റെ ക്വാളിറ്റി, നിൻ്റെ ചങ്കുറ്റമാണത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് മുതൽ എനിക്കൊരു ആഗ്രഹം തോന്നി, ഇത് എൻ്റെ മകൾക്ക് പറ്റിയ ആൾ നീ തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് വിട്ടേക്ക്, അത് അതിനെ പറ്റി ഞാനത് ഇതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നിൻ്റെ ഇഷ്ടങ്ങളാണ്, വേണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് തോന്നി, ഇത് ഒരു സെൻറ്റി വർക്ക് ചെയ്തു, ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായി എൻ്റെ. എങ്ങനെ ഈ അദ്ദേഹത്തിന് അങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ എന്തായാലും പിന്നെ അദ്ദേഹം സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, പ്രശ്നമായാൽ പിന്നെ അതൊരു വേദനയാവുമല്ലോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ശരി അമ്മ, നമുക്ക് അങ്ങനെയാണ് ഈ കല്യാണം നടക്കുന്നത്. ഇല്ല ഇപ്പം ചോദിച്ചില്ല. പിന്നെ എനിക്ക് പേടിയെന്താണെന്നറിയോ, ഇവളായതുകൊണ്ടെന്ന് പേടിയെന്ന് വെച്ചാൽ ഇവളുടെ കോളേജ് പഠിക്കുന്ന ഒരു പെണ്ണായിട്ട് എനിക്ക് ലവ് ഉണ്ടായിരുന്നു. അത് ഇവൾക്ക് അറിയാം. അതുകൊണ്ട് ഒരു കാരണം അതാണ്, പുലിവാല് ഇത് അവൾക്ക് അറിയാം എന്ത് പ്രശ്നമുണ്ടെന്ന്. ഈ സെൻറ്റ് മേരീസ് കോളേജിൽ പഠിക്കുന്ന അതേ കോളേജിൽ വേറൊരു കുട്ടീൻ്റെ ആ കുട്ടിയായിട്ട് ഞാൻ അല്പം ലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവൾക്ക് അറിയുകയും ചെയ്യാം കേട്ടോ. അത് ഇവൾക്ക് അറിയുന്നുള്ള കാര്യം എനിക്ക് അറിയുകയും ചെയ്യാം, മനസ്സിലായില്ലേ? അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അതിർത്ത് പൊക്കിയ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ഇതുണ്ട്. അതും കൂടി ഞാൻ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അത് കല്യാണം കഴിഞ്ഞിട്ട് അവൾ അതൊക്കെ വളരെ ഷീ വാസ് വൺ ഓഫ് ദി വണ്ടർഫുൾ പേഴ്സൺ ഐ ഹാവ് എവർ മെറ്റ്. അല്ല കോവിഡിലല്ല, അവൾക്ക് പെട്ടെന്ന് ഈ ഐസ്ക്രീമിൻ്റെ അലർജി വന്നു പെട്ടെന്ന്. ഇപ്പോൾ 4 വർഷമായിട്ടുള്ളൂ. 4 വർഷം ആവാൻ പോകണേ ഉള്ളൂ. അവൾക്ക് ഈ അലർജി വന്നിട്ട് ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് അവൾക്കൊരു ഈ ഐസ്ക്രീം കഴിച്ചിട്ട് ഒരു ഇത് വന്നു, ഒരു ശ്വാസം വിട്ടു, ഭയങ്കര ബ്രീത്ത് പ്രശ്നം വന്നിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അത് അപ്പോൾ തന്നെ ശരിയാക്കി എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഐസ്ക്രീമിൻ്റെ ഒരു പ്രശ്നം തോന്നുന്നുണ്ട്, അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഐസ്ക്രീം കഴിക്കരുത്, എനി ബ്രാൻഡായാലും കഴിക്കരുത്. അത് ഏതുകൊണ്ടാണെന്ന് നമുക്കറിയില്ല അപ്പോൾ. പക്ഷെ അവൾ ഇവിടെ വന്നിട്ട് മോൾക്കൊരു ബേബി ഉണ്ടായി. അപ്പോൾ ആ ബേബിയും കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാനുണ്ടായിരുന്നില്ല, ഞാനിവിടെ ചേർത്തലൊരു ഷൂട്ട് നടക്കായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അവരിതെല്ലാം കഴിച്ച് ഊണൊക്കെ കഴിച്ചിട്ട് അവർ പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൾ പെട്ടെന്ന് ഇത് ഐസ്ക്രീം കണ്ടപ്പോൾ ഇതൊന്നും ഓർത്ത് കാണില്ല. അങ്ങനെ അവൾ ഐസ്ക്രീം എടുത്ത് കുടിച്ചു 1 മണിക്കൂറിനകത്ത് ഇവൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അവളങ്ങനെ അപ്പോൾ സെർവൻ്റ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഫ്ലോറിൽ കിടന്ന് ഇങ്ങനെ റോൾ ചെയ്യാണ്, ബ്രീത്തിങ് കിട്ടാതെ. അങ്ങനെ തന്നെ ഞാൻ അവിടുന്ന് വന്നപ്പോഴേക്കും വലിയൊരു സീരിയസ് കണ്ടീഷനിലാണ്. അങ്ങനെ തന്നെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലൈസ് ചെയ്തു. രക്ഷപ്പെടുത്താൻ പറ്റില്ല, അത്രയ്ക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഈ ഐസ്ക്രീമിൻ്റെ അലർജി കൊണ്ട് ഈ ലങ്സ് മുഴുവനും പോറസായി, കംപ്ലീറ്റ് ഹോൾസ് വന്നു. അപ്പോൾ ശ്വസിക്കുന്ന ശ്വാസം മുഴുവനും പുറത്തേക്ക് പോകും, അവിടെ നിൽക്കില്ല. ഒരു മാരകമായൊരു ഇതായിരുന്നു. രാഷ്ട്രീയക്കാരനാണ്, സിനിമാ നടൻ, വേറെ പല പ്രവർത്തനം. സ്ട്രെസ് എന്തായാലും ഉണ്ടാവും.
ഡീസ്ട്രെസ്സിന് വേറെ എന്താ സാധാരണ വീട്ടിൽ വന്നാൽ ചെയ്യുക? ഞാൻ ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ ഞാനൊരു കളരി അഭ്യാസിയാണ്. ഞാൻ ജിമ്മിന് പോകാറുണ്ട്. പിന്നെ അതിന് ശേഷം കഴിഞ്ഞ 18 ദിവസമായിട്ട് ഞാൻ ഗുരുജി ശ്രീ രവിശങ്കർ ഗുരുജിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ഫോളോവറാണ്. അതിൻ്റെ ഒരു ക്രിയ ചെയ്യും, യോഗ, മെഡിറ്റേഷൻ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 1.25 മണിക്കൂർ നേരം ഡെയിലി ഇന്നും ചെയ്തു. എപ്പോഴും അങ്ങനെ എൻ്റെ ഹെൽത്തിനെ കൂടുതൽ നോക്കുന്ന ഒരാളാണ്. അങ്ങനെ എനിക്ക് സ്ട്രെസ് ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഗതി എനിക്ക് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പ്രശ്നമാണോ അങ്ങനെയൊന്നും എല്ലാത്തിനും ഞാനിങ്ങനെ ഒരു ഈസി ആയിട്ട് എടുക്കുന്ന ഒരാളാണ്.